മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമം പദ്ധതി 16ാമത് ഗാന്ധിഗ്രാമം പദ്ധതി ഇത്തവണ നടന്നത് തൃശൂർ പുന്നയൂർ അകലാട് നായാട് ഉന്നതിയിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത്. 2011 രമേശ് ചെന്നിത്തല ഇത്തരം ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റാണ്. അന്ന് കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. വിവിധ ആദിവാസി മേഖലകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആദിവാസി ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യ വികസനം എത്താത്ത സ്ഥിതി, കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ആദിവാസികളുടെ പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി നീക്കിവെക്കുന്നത്. എന്നാൽ ആ തുകയൊന്നും ചിലപ്പോൾ ചെലവഴിക്കപ്പെടാതെ പോവുകയോ അതല്ലെങ്കിൽ ആ തുക എന്തിനാണോ ഉപയോഗിച്ചത് അതിൻ്റെ ഗുണഫലം ഈ വിഭാഗത്തിന് ലഭിക്കാതെ പോവുകയും ചെയ്യുക. അത് കേരളത്തിൽ എല്ലാ കാലത്തുമുണ്ട്. അതിനൊരു അവസാനം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അത് ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തു. 2025 അദ്ദേഹം 16ാമത്തെ വർഷമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആവേശത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തലയെ ആദിവാസി സമൂഹം സ്വീകരിക്കുന്നത് എന്നതും നാം കണ്ടു. ഇവിടെ ഇതിന് മറ്റൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു സെമി ഫൈനൽ, ആ സെമി ഫൈനലിൽ ജയിച്ചു നിൽക്കുന്നത് UDF ആണ്. സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF തന്നെ അധികാരത്തിൽ വരുമെന്ന വിശ്വാസം UDF നേതാക്കൾക്കുണ്ട്, പ്രവർത്തകർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ആരൊക്കെയാണ് UDFന്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി വരിക? ഇതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്നലെ വരെ കളത്തിലില്ലാത്തവർ പോലും കളത്തിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. VM സുധീരൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് പറയുന്നു. എന്നാൽ മത്സരിക്കാൻ ഞാനില്ല, നേരത്തെ തന്നെ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിച്ചതാണ് എന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. K സുധാകരൻ MP കണ്ണൂരിൽ മത്സരിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ്, MK രാഘവൻ തുടങ്ങി നിരവധി MPമാർ, ശശി തരൂർ വരെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? UDF അധികാരത്തിൽ വരുമെന്ന ധാരണ നേതാക്കൾക്ക് എല്ലാവർക്കുമുണ്ട്. അപ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി. അദ്ദേഹം എവിടെ നിൽക്കുന്നു, അദ്ദേഹം ആരോടൊപ്പം നിൽക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല. 2011 ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ഗാന്ധിഗ്രാമം പദ്ധതി അത് എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ സ്ഥിരതയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരാൾ എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു വരുന്നു എന്ന് പറയാം. കേരളത്തിലെ UDFൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം, മന്ത്രിമാരാരാകണം എന്ന ചർച്ചകളൊക്കെ ഇപ്പോഴേ തുടങ്ങിയ സാഹചര്യത്തിൽ എന്താണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയം എന്ന് വിളിച്ചു പറയുന്നതാണ് ഗാന്ധിഗ്രാമം പദ്ധതി. തൃശൂർ പുന്നയൂർ അകലാട് നായാട് ഉന്നതിയിലാണ് 2026 ഗാന്ധിഗ്രാമം പദ്ധതി നടന്നത്. അവിടുത്തെ ജനങ്ങളുമായി അദ്ദേഹം സംസാരിക്കുകയും സംവദിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ പുന്നയൂർ അകലാട് നായാട് ഉന്നതിയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.